നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവീ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അഥ തൃതീയോധ്യായഃ. രണ്ടാം അധ്യായത്തിൽ ദേവി ഭാഗവത ശ്രവണം കൊണ്ട് വസുദേവർക്ക് ലഭിച്ച അനുഗ്രഹവും പുണ്യാനുഭവങ്ങളുമൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ശ്രീകൃഷ്ണനെ പുത്രനായി ലഭിച്ചതെന്നും സ്യമന്തകമണിയുടെ കഥയുമൊക്കെയാണ് രണ്ടാം അധ്യായത്തിൽ വിവരിച്ചിരുന്നത്. മൂന്നാം അധ്യായത്തിൽ പ്രധാനമായും സൂതൻ ഋഷിമാരോട് പറയുന്നത് അഗസ്ത്യമുനിയും സുബ്രഹ്മണ്യനും തമ്മിലുള്ള സംവാദമാണ്. ഈ കഥ സൂതൻ പറയുന്നത് ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം ഒന്നുകൂടി വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒന്നുകൂടി ദൃഢമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ മാഹാത്മ്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂതൻ വേറൊരു കഥ ഋഷിമാരോട് പറയുകയാണ്. സുബ്രഹ്മണ്യസ്വാമിയും അഗസ്ത്യമുനിയും തമ്മിലുള്ള സംവാദം. സ്കന്ദാഗസ്ത്യ സംവാദം. സൂത ഉവാച അഥേതിഹാസമന്യച്ഛ ശൃണ്വത്വം മുനിസത്തമാഃ ദേവീ ഭാഗവതസ്യ മാഹാത്മ്യം യത്ര ഗീയതേ. ഹേ മുനിശ്രേഷ്ഠന്മാരെ, ദേവീ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പ്രകീർത്തിച്ചിരിക്കുന്ന മറ്റൊരു ഇതിഹാസം ഇനി ഞാൻ പറയാം, കേൾക്കിൻ. ശ്ലോകം 2. ഏകദാ കുംഭയോനിസ്തു ലോപമുദ്രാപതേർമുനിഃ ഗത്വാ കുമാരഭ്യർച്ഛ പപ്രച്ഛ വിവിധാ കഥാഃ. ഒരിക്കൽ ലോപാമുദ്രയുടെ ഭർത്താവായ അഗസ്ത്യ മഹർഷി സുബ്രഹ്മണ്യനെ ചെന്ന് കണ്ട് പൂജിച്ചതിന് ശേഷം പല കഥകളെപ്പറ്റിയും ചോദിച്ചു. ശ്ലോകം 3. സ തസ്മൈ ഭഗവാൻ സ്കന്ദഃ കഥയാമാസ ഭൂരിശഃ ദാനതീർത്ഥവ്രതാദീനാം മാഹാത്മ്യോപചിതാ കഥാഃ. ഭഗവാൻ സ്കന്ദൻ അവയിൽ ഒട്ടുമുക്കാലും അഗസ്ത്യനെ പറഞ്ഞ് കേൾപ്പിച്ചു. ദാനം, തീർത്ഥം, വ്രതം തുടങ്ങിയവയുടെ മാഹാത്മ്യം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ കഥകളെല്ലാം. ശ്ലോകം 4. വാരാണസ്യച്ഛമാഹാത്മ്യം മണികർണീഭവം തഥാ ഗംഗായാച്ഛാപി തീർത്ഥാനാം വർണ്ണിതം ബഹുവിസ്തരം. കാശി, മണികർണിക, ഗംഗ എന്നീ തീർത്ഥങ്ങളെക്കുറിച്ചും അവയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും സ്കന്ദൻ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചു. ശ്ലോകം 5. ശ്രുത്വാഥ സ മുനിപ്രീത കുമാരം ഭൂരിവർച്ചസം പുനഃ പപ്രച്ഛ ലോകാനാം ഹിതാർത്ഥം കുംഭസംഭവഃ. ആ കഥകളെല്ലാം കേട്ട് സന്തുഷ്ടനായ അഗസ്ത്യ മഹർഷി അതിതേജോമയനായ കുമാരനോട് ലോകഹിതത്തിനു വേണ്ടി വീണ്ടും ചോദിച്ചു. അഗസ്ത്യ ഉവാച. ശ്ലോകം 6. ഭഗവൻ താരകാരാധേ ദേവീ ഭാഗവതസ്യ തു മഹാത്മ്യശ്രവണേ തസ്യ വിധിം ചാപി വദ പ്രഭോ.
താരകാസുരഹന്താവായ ഭഗവൻ അങ്ങ് ദേവി ഭാഗവതത്തിൻ്റെയും അതിൻ്റെ മാഹാത്മ്യത്തിൻ്റെയും ശ്രവണവിധി എന്താണെന്ന് പറഞ്ഞാലും. ശ്ലോകം 7. ദേവീ ഭാഗവതം നാമ പുരാണം പരമോത്തമം ത്രൈലോക്യജനനീ സാക്ഷാത് ഗീയതേ യത്ര ശാശ്വതീ. ദേവി ഭാഗവതം അത്യന്തം ഉത്തമമായ ഒരു പുരാണമാണല്ലോ. നിത്യയായ സാക്ഷാൽ ത്രൈലോക്യ ജനനിയെയാണല്ലോ അതിൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. സ്കന്ദ ഉവാച. ശ്ലോകം 8. ശ്രീഭാഗവതമാഹാത്മ്യം കോ വക്തും വിസ്തരാക്ഷമഃ ശൃണു സംക്ഷേപതോ ബ്രഹ്മൻ കഥയിഷ്യാമി സാമ്പ്രതം. ശ്രീ ഭാഗവത മാഹാത്മ്യം വിസ്തരിച്ചു പറയാൻ ആർക്ക് കഴിയും? ഹേ ബ്രാഹ്മണ, കേൾക്കൂ, അത് ഞാനിപ്പോൾ ചുരുക്കി പറയാം. ശ്ലോകം 9. യാ നിത്യാ സച്ചിദാനന്ദരൂപിണീ ജഗദംബിക സാക്ഷാത് സമാശ്രിത യത്ര ഭുക്തിമുക്തിപ്രദായിനീ. നിത്യയും സച്ചിദാനന്ദരൂപിണിയുമായ സാക്ഷാൽ ജഗദംബിക ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നവളായി ശ്രീ ഭാഗവതത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ശ്ലോകം 10. അധസ്ത്വദ്വാഗ്മയീ മൂർത്തിർ ദേവീ ഭാഗവതേ മുനെ പഠനാത് ശ്രവണാദ്യസ്യ ന കിഞ്ചിദിഹ ദുർലഭം. ശ്ലോകം 10ൻ്റെ അർത്ഥം: അതുകൊണ്ട് ഹേ മഹർഷി, ദേവി ഭാഗവതം ആ ജഗദീശ്വരിയുടെ വാഗ്മയ സ്വരൂപമാണ്. അത് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ദുർലഭമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ശ്രീദേവി ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.